കുടുംബ സംഗമം അടക്കമുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. താലൂക്ക് മണ്ഡല സെക്രട്ടറി അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. പുതിയ കാലഘട്ടത്തിൽ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഒരു മോശം കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയും ഫെഡറലിസവും എല്ലാം ഏതാണ്ട് എല്ലാ തരത്തിലും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ നമുക്ക് ഇന്നലെ വരെകൾ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇന്നലത്തെ ഇതനുസരിച്ച് പാഠപുസ്തകങ്ങളിൽ പോലും ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടവും കാര്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് യുവലാ സാഹിതിയെപ്പോലൊരു പ്രസ്ഥാനത്തിന് എത്രമാത്രം പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമായി എത്താൻ കഴിയുമെന്നുള്ളത് ഈ സംഘടന ഗൗരവമായി ആലോചിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സംസ്ഥാന സെക്രട്ടറി അടക്കം പങ്കെടുക്കുന്ന ഒരു സമ്മേളനം എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാം. ബഹുഭൂരിപക്ഷം ടി വി മാധ്യമങ്ങളും പല കുത്തക മുതലാളിമാരുടെ ടി വി സ്ഥാപനങ്ങളൊക്കെ തന്നെ പത്രമാധ്യമങ്ങളും അത് തന്നെയാണ്. അവരുടെ സർക്കുലേഷനോ അല്ല അവരുടെ വ്യൂവേഴ്സിനെ കൂടുതൽ കിട്ടാൻ വേണ്ടി അക്കാലത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് ആളുകളുടെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന വാർത്തകൾ, ചിലപ്പോൾ അത് ശരിയാവാം തെറ്റാവാം, അതിന് ഊന്നൽ നൽകിക്കൊണ്ടും അതിനനുസൃതമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരെ രീതിയിലെത്തിച്ചാണ് അത് പ്രതികരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ പറയുന്ന നേതൃത്വത്തിൽ കൊണ്ട് ആരെയും ഇന്ന് വരെ നമുക്ക് ഇത്തരത്തിലൊരു മാധ്യമത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ആശയങ്ങളുമായി യാതൊരു തരത്തിലും യോജിക്കാത്തവരാണ് ഈ കുത്തക മാധ്യമങ്ങൾ എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഐക്യത്തിനും ഇടതുപക്ഷ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ചിന്താഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടന നിലയിൽ തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ ഈ കാലഘട്ടത്തിൽ അതിൻ്റെതായ പ്രസക്തിയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രതികരണങ്ങൾ ഒരിക്കലും ആരുടെയും ആശ്രയിച്ചാവരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം നീതിയും നടപ്പാക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഇന്നും നമ്മുടെ സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഒക്കെ തന്നെ ഒട്ടനവധി അനീതികൾ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നെങ്കിലും അതിനൊന്നും പ്രതികരിക്കാൻ വേണ്ടവിധം പ്രവർത്തിക്കാൻ ഒരുപക്ഷെ ഇത്തരം സംഘടനകൾ കഴിയുന്നില്ല എന്ന ദുഃഖം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തീർച്ചയായും യുവജന സാഹിത്യ പോലത്തെ പ്രസ്ഥാനത്തിന് വീണ്ടും ഭാവിയിൽ വളർച്ചയുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാലഘട്ടത്തിന്റെ മാറ്റം കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചമായ മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ മാത്രമേ ഇന്ന് സമൂഹത്തിൽ നമ്മളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും എല്ലാവിധ ഭാവങ്ങളും ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മണ്ഡല സമ്മേളന കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഈ സംഘടനയ്ക്ക് അർപ്പിക്കുകയാണ്. എന്നെ ക്ഷണിച്ച സംഘാടകരോട് നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. പ്രശസ്ത സാഹിത്യകാരനും ചലച്ചിത്രകാരനുമായ ശ്രീ MT വാസുദേവൻ നായർ, പ്രശസ്ത ചിത്രകാരനായ മുഹമ്മദ് സാങ് വാലത്ത്, നടൻ TP മാധവൻ, ചലച്ചിത്രകാരൻ സന്തോഷ് ശിവൻ, ഭാവഗായകൻ P ജയചന്ദ്രൻ, നടൻ മേഘനാഥൻ, ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബെനഗൽ, നാട്ടുഗതികയുടെ ഉപജ്ഞാതാവ് ബേബി മാഷ്, വടക്കടത്ത് ബാലചന്ദ്രൻ, സംഗീത ശിവൻ, ഓംചേരി NN പിള്ള, NK ദേശൻ, MM ലോറൻസ്, മീന ഗണേഷ്, സംഗീത സംവിധായകനായ KJ ജോയ്, ജയവിജയനിലെ ജയൻ, നടി കവിയൂർ പൊന്നമ്മ, നടൻ കീരിക്കാടൻ ജോസ്, തബല വാദകൻ സക്കീർ ഹുസൈൻ, ഉണ്ടക്കൈ ചൂരൽമല ദുരന്തങ്ങളിൽ ജീവൻ വെടിഞ്ഞവർ, യുദ്ധങ്ങളിൽ മരണപ്പെട്ടവർ തുടങ്ങി അകാലത്തിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞവരുടെ ഉൾപ്പെടെ ഇവിടെ സ്മരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രതിഭകളും അല്ലാത്തവരുമായ ആളുകളുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം യുവകലാസാഹിതി രേഖപ്പെടുത്തുകയാണ്. ഒരു നിമിഷം. നമ്മുടെ പ്രവർത്തകർ വളരെ കുറവായിട്ടാണ് ഈ കൺവെൻഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും നമ്മുടെ കൺവെൻഷൻ നമ്മളിവിടെ നടത്തുകയാണ്. ഇനിയും എല്ലാവരും എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഈ കൺവെൻഷനിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ യോഗത്തിൽ
അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ രാജൻ ബോധി അവരുകളെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.